ദേശീയപാത നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് കേരളത്തിലെത്തി. മലപ്പുറത്ത് ദേശീയപാത തകർന്ന സ്ഥലം സന്ദർശിക്കില്ല. ദേശീയപാത വികസനത്തിലെ പ്രധാന വെല്ലുവിളികളെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയുമായി ഇന്ന് ചർച്ച നടത്തും. അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അശ്വിൻ, എങ്ങനെയാണ് പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്? ഇന്നലെയാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. ഇന്നലെ കൊല്ലം ജില്ലയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഈ ജോലികൾ വിലയിരുത്തുക, ഒപ്പം അത് അതിവേഗം ഈ ജോലികൾ പൂർത്തീകരിക്കുക എന്നടക്കമുള്ള വിവിധ കാര്യങ്ങളാണ് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൂടാതെ ഇന്ന് തിരുവനന്തപുരത്തെ വിവിധ പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിലവിൽ ഏറ്റവും വിവാദമായിരിക്കുന്ന മലപ്പുറത്തെ വിവാദമായ ദേശീയപാത, ഈ തകരാറിലായ ദേശീയപാത അദ്ദേഹം സന്ദർശിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു വിവാദമാകാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം ഇന്ന് ചീഫ് സെക്രട്ടറിയുമായും ഒപ്പം കേരളത്തിൽ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന എല്ലാ ദേശീയപാത നിർമ്മാണങ്ങളുടെ ഡയറക്ടർമാരുമായും അദ്ദേഹം ഒരു ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ മലപ്പുറത്തെ ദേശീയപാതയുടെ കാര്യം വിശദമായ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികളുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ ഉയരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഈ ചീഫ് സെക്രട്ടറിയുമായുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഇന്ന് അതിനു മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ മറ്റ് പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചായിരിക്കും അദ്ദേഹം ഈ മീറ്റിംഗിലേക്ക് പങ്കെടുക്കുക. എന്തായാലും ഇന്ന് ഈ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിരികെ മടങ്ങുകയും ചെയ്യും. അശ്വിനിപ്പോൾ ഈ മലപ്പുറത്ത് മാത്രമല്ല, കൂരിയാട് ദേശീയപാത തകർന്നെങ്കിൽ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായ ഇടങ്ങളിലൊക്കെ മറ്റു ചിലയിടങ്ങളിൽ വിള്ളൽ ഉൾപ്പെടെ കണ്ടതാണ്. സ്വാഭാവികമായും NHAI ചെയർമാൻ എത്തുമ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഗൗരവത്തോടെയുള്ള ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ കേരളം. ഈ തിരുവനന്തപുരത്തെ ചർച്ചകളിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങിപ്പോകുമെന്നാണ് അശ്വിൻ. ഉന്മേഷ്, തീർച്ചയായും അദ്ദേഹം നേരിട്ടെത്തി ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ സർക്കാരുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു ഇടപെടലിലേക്ക് ദേശീയപാത അതോറിറ്റി നീങ്ങുന്നില്ല എന്നുള്ളതാണ് വിമർശനമായി ഉയരുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ സർക്കാർ എന്തായാലും ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഒരു ചർച്ചയ്ക്കപ്പുറത്തേക്ക് മറ്റേതൊക്കെ തരത്തിലുള്ള നടപടികളിലേക്ക് ഈ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ശ്രദ്ധയോടെ കാണേണ്ടത്. ഒപ്പം നിലവിലിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിർമ്മാണത്തിലിരിക്കുന്ന പല ദേശീയപാതകളിലെയും വിള്ളൽ കാണുന്നത് നിരന്തര സംഭവമായി മാറുന്ന സാഹചര്യത്തിൽ അതിൽ എന്ത് നടപടി ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഈ അദ്ദേഹത്തിന് അജണ്ടയായി പറയുന്നത് ഈ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന റോഡുകളുടെ പ്രശ്നങ്ങൾ ഒരു അജണ്ടയായി പറയുന്നില്ല. ഒപ്പം ഇപ്പോഴത്തെ നിർമ്മാണങ്ങൾ എങ്ങനെ ത്വരിതഗതിയിൽ പൂർത്തിയാക്കാം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ സന്ദർശനം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം സന്ദർശിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അത് ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളുടെ നടന്നു പോകുന്ന പ്രദേശങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ റോഡ് വിണ്ടു കീറുന്നതും ഇടിഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ള ഒരു അജണ്ട ഈ സന്ദർശനത്തിലില്ല എന്നുള്ളതാണ് NHAI ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന വാർത്താക്കുറിപ്പിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും സ്വാഭാവികമായും മീറ്റിംഗ് ഉള്ള സാഹചര്യത്തിൽ, ഈ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അത് ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ തുടർ നടപടി എന്ത്, സർക്കാരിൻ്റെ നിലപാട് എന്ത് എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായി അറിയാനിരിക്കുന്നത്. ഉന്മേഷ്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.